യഥോധർമ്മസ്തോ ജയ. ഗാന്ധാരി മാതാവിൻ്റെ ആശീർവചനങ്ങൾ യാഥാർത്ഥ്യമായി. എപ്പോഴെപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനിയും അധർമ്മത്തിന് അഭ്യുത്ഥാനവും സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ ദുഷ്ടനിഗ്രഹത്തിനും ധർമ്മ സംസ്ഥാപനത്തിനുമായി ഞാൻ അവതരിക്കും എന്ന ഭഗവാന്റെ പ്രഖ്യാപനം അന്വർത്ഥമായി. ഉണ്ടചോറിന് നന്ദി കാണിക്കാൻ അധർമ്മപക്ഷത്തിൽ നിന്നും അടരാടിയ മഹാരഥന്മാരെല്ലാം നിശേഷം നിലംപതിച്ചുകൊണ്ട് കൗരവപ്പടയുടെ സമ്പൂർണ്ണ പരാജയത്തോടെ മഹാഭാരത യുദ്ധം അവസാനിച്ചു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്നും ധർമ്മത്തിൻ്റെ വിജയകാഹളം മുഴങ്ങി. ഹസ്തിനപുരിയിലാകെ ആഹ്ലാദ സമുദ്രം അലയടിച്ചു. യുധിഷ്ഠിര മഹാരാജാവിൻ്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് രാജ്യം. ആര്യപുത്ര, ആര്യപുത്ര, അങ്ങ് പതിവില്ലാതെ ആകെ അസ്വസ്ഥനാണല്ലോ. സന്തോഷിക്കേണ്ട ഈ സമയത്ത് അങ്ങയുടെ മുഖം വിഷാദത്താൽ വാടിയിരിക്കുന്നു. സന്തോഷിക്കേണ്ട സമയമോ? ദ്രൗപദി, എന്തു കാരണത്താലാണ് ഞാൻ സന്തോഷിക്കേണ്ടത്? രണഭൂമിയെ രക്തപ്പുഴയാക്കി നേടിയ വിജയമോർത്തോ? ബന്ധുക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും തല അർത്തു നേടിയ സിംഹാസനം കണ്ടോ? എന്തു കണ്ട്? ഭീഷ്മ പിതാമഹൻ, കർണൻ, ദ്രോണാചാര്യർ, കണ്ണടച്ചാൽ ആ രൂപങ്ങൾ. ആര്യപുത്ര, അരുത്. ഈ വിധമുള്ള വാക്കുകൾ അങ്ങേ പോലുള്ള ധീരയോദ്ധാക്കൾക്ക് ഒട്ടും ഭൂഷണമല്ല. യുദ്ധഭൂമിയിൽ എതിരു നിൽക്കുന്നവർ ശത്രുക്കൾ. അവരുടെ മരണത്തിൽ അങ്ങയുടെ ദുഃഖം ഒട്ടും ഉചിതമല്ല. തേജസ്സാർന്ന ഈ മുഖത്തിന് വിഷാദം ഒട്ടും ശോഭ നൽകുന്നില്ല. എങ്കിലും ഈ അനർത്ഥങ്ങൾക്കൊക്കെ നാമാണ് ഉത്തരവാദി എന്നൊരു തോന്നൽ സദാ നമ്മെ വേട്ടയാടുന്നു. അത് നമ്മുടെ ഉറക്കം കെടുത്തുന്നു. ആര്യപുത്ര, എന്തിനീ അനാവശ്യ ചിന്തകൾ? ദ്രൗപദി, ഈ അനർത്ഥങ്ങൾക്കൊക്കെ ഭവതിയും ഒരു പരിധിവരെ കാരണക്കാരിയല്ലേ? അനർത്ഥങ്ങളോ? നാമോ? അങ്ങ് എന്താണ് ഈ പറയുന്നത് രാജൻ? രാജ്യവും സഹോദരന്മാരെയും പണയം വെച്ച് ചൂത് കളിച്ചത് നാമാണോ? ധർമ്മപത്നിയായ എന്നെ പോലും അങ്ങ് പണയം വെച്ചില്ലേ? ആ സഭയിൽ നാം അനുഭവിച്ച അപമാനം. ദ്രൗപദി,
ഭഗവാൻ വാസുദേവന്റെ കാരുണ്യം. ഇല്ലെങ്കിൽ മതിയാക്കൂ പാഞ്ചാലി, മതിയാക്കൂ. മനസ്സോടെ അല്ലെങ്കിലും 5 പേരുടെ ഭാര്യയാകേണ്ടി വന്ന സ്ത്രീയാണ് നാം. എന്നിട്ടും ഇന്നോളം ആരോടും ഒരു പരാതിയും പറയാതെ അങ്ങയോട് എപ്പോഴെങ്കിലും എന്തെങ്കിലും സ്നേഹക്കുറവ് നാം കാട്ടിയിട്ടുണ്ടോ? പ്രിയേ, ഭവതിയെ കുറ്റപ്പെടുത്തണമെന്ന് നാം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. നമ്മുടെ മനോവിഷമം കൊണ്ട് നാം എന്തൊക്കെയോ ഹരിപുത്ര, നാമും അങ്ങയെ കുറ്റപ്പെടുത്തിയതല്ല. അങ്ങയുടെ സങ്കടം കണ്ടു നിൽക്കാൻ ഈയുള്ളവൾക്കാകുന്നില്ല. അനാവശ്യ ചിന്തകളൊക്കെ ദൂരെ കളയോ രാജൻ. ഹസ്തിനപുരി ആകെ സന്തോഷത്തിലാണ്. രാജസിംഹാസനം അങ്ങയെ കാത്തിരിക്കുന്നു. ധീരതയോടെ സന്തോഷത്തോടെ അങ്ങയുടെ കർത്തവ്യം നിറവേറ്റിയാലും. തീർച്ചയായും പാഞ്ചാലി, ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. നാം ഇതാ എത്തി.